2019 ജൂലൈയിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, റൈറ്റ് എനി 4 മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള 4 രീതികൾ എഴുതുക. ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, ഡയറക്റ്റ് ഒബ്സർവേഷൻ ആൻഡ് ടെലഫോൺ ഇന്റർവ്യൂ, മെയിൽ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. സെക്കൻഡ് വൺ, പ്രിപ്പയർ എ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡാറ്റയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിലെ ക്ലാസ്, സെക്കൻഡ് കോളത്തിലെ ഫ്രീക്വൻസി, തേർഡ് വൺ റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. So first one 3 divided by total frequency 25, 7 divided by 25, 10 divided by 25, 2 divided by 25, 3 divided by 25. Okay, ഇവയെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1 ആണെന്ന് ആൻസർ കിട്ടും. Third one, the arithmetic mean and geometric mean of a data are 32 and 30 respectively. Calculate the value of harmonic mean. ജോമെട്രിക് മീൻ 30 എന്നും അരിതമെറ്റിക് മീൻ 32 ആണെന്നും പറയണ്ടേ. ഇവ തമ്മിലുള്ള റിലേഷൻ പഠിച്ചിരിക്കുന്നത് ജോമെട്രിക് മീൻ സ്ക്വയർ ഈക്വൽ ടു അരിതമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ് പഠിച്ചിട്ടുള്ളത്. ജോമെട്രിക് മീന് 30 ആണ്. 30 സ്ക്വയർ ഈക്വൽ ടു അരിതമെറ്റിക് മീന് 32 ഇൻറ്റു ഹാർമോണിക് മീന്. ഇനി 30ന്റെ സ്ക്വയർ പറയുമ്പോൾ 900 ഡിവൈഡഡ് ബൈ 32നെ താഴെ കൊണ്ടുവന്നു, which is equal to harmonic mean. 900നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 28.125 ആണ് harmonic mean. The coefficient of skewness of a data is 0.4. The mean is 30 and standard deviation is 5. Calculate the value of mode of the distribution. Coefficient of skewness തന്നിട്ടുള്ളത് 0.4 എന്നാണ്. മീൻ 30 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണെന്ന് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 0.4 ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 0.4 ഇൻറ്റു 5 ഈക്വൽ ടു 30 മൈനസ് മോഡ്. 0.4 ഇൻറ്റു 5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു 30 മൈനസ് മോഡ്. പോസിറ്റീവ് 30 ഈക്വൽ ടുവിന്റെ കൂടെ കൊണ്ടുവന്നു. അപ്പൊ 2 മൈനസ് 30 ഈക്വൽ ടു നെഗറ്റീവ് മോഡ്. 2ൽ നിന്ന് 30 പോയി കഴിഞ്ഞാല് വലിയ നമ്പറിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തു, വലുതിന്റെ ചിഹ്നം ഇട്ടു. നെഗറ്റീവ് 28 ഈക്വൽ ടു നെഗറ്റീവ് മോഡ്. 2 ഭാഗത്ത് നെഗറ്റീവ് ക്യാൻസൽ ചെയ്തു. സോ മോഡ് ഈക്വൽ ടു 28. Diagrams and graph are widely used in statistical analysis. Write the advantages of them. സ്റ്റാറ്റിസ്റ്റിക്സ് പഠനത്തിൽ ഡയഗ്രാമുകളും ഗ്രാഫുകളും ധാരാളമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്സ് ഇതാണ്. ഇത് പഠിച്ചിട്ട് എഴുതുക. The next one, match the following. ആദ്യത്തേത് റേഞ്ച്. റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ്ട്രീം ഒബ്സർവേഷൻ. റേഞ്ച് ഹയസ്റ്റ് വാല്യൂനെയും ലോവസ്റ്റ് വാല്യൂനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Second one, quartile deviation. Quartile deviation depends on 50% of observations. ഇതാണ് കറക്റ്റ്. Then next one, mean deviation. Mean deviation എന്താണ്? Absolute deviation are considered. നെഗറ്റീവ് വാല്യൂ വന്നാൽ കൂടിയും പോസിറ്റീവായി അബ്സല്യൂട്ട് വാല്യൂ ആണ്, ഡീവിയേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മാച്ച് ചെയ്യുന്നത് സ്ക്വയർ ഡീവിയേഷൻസ് ആർ കൺസിഡേർഡ്. Then next one, write a short note on scope and importance of statistics. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാധ്യതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് ചാപ്റ്ററില് അങ്ങനെ ഒരു ടോപ്പിക് തന്നെയുണ്ട്.
സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ പറയുന്ന 7 പോയിന്റ്സിൽ ഏതെങ്കിലും 4 എങ്കിലും പഠിച്ചു വെക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മോഡേൺ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങളിൽ 7 പോയിന്റ്സിൽ ഏതെങ്കിലും 4 എങ്കിലും പഠിച്ചു വെക്കുക. Then next one, write a questionnaire to study the facilities in a school available to students. സ്കൂളിലെ കുട്ടികൾക്ക് ലഭ്യമാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുവാൻ വേണ്ട ഒരു ചോദ്യാവലി തയ്യാറാക്കുക. അപ്പൊ നോക്കൂ, ക്വസ്റ്റ്യനെയർ ചോദിച്ചു കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു 10-15 ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യന്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എഴുതണം. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് 1/2 മാർക്കായിരിക്കും പരിഗണിക്കുക. ഇപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ 6 ചോദ്യമെങ്കിലും ചോദിക്കണം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ആപ്റ്റ് ആയിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതണം. ഇനി എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? പേര്, വയസ്സ്, സെക്സ്, അഡ്രസ്, ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഇവിടെ ഒരു 10-13 പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ആ ക്വസ്റ്റ്യന് ആപ്റ്റായ ചോദ്യങ്ങൾ ചോദിക്കാം. നെയിം, ഏജ്, സെക്സ്, അങ്ങനെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. 4-മത്തത് ക്ലാസ് ഇൻ വിച്ച് യു ആർ സ്റ്റഡിയിങ്, ഏത് ക്ലാസ്സിലാണ്. ഡു യു ലൈക്ക് ദിസ് സ്കൂൾ, നിങ്ങൾക്ക് ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് സ്കൂൾ ബസ് ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ പോക്കുവരവ് എങ്ങനെയാണ്, സ്കൂളിൽ സഫീഷ്യന്റ് ആയ ടീച്ചേഴ്സ് ഉണ്ടോ, ഇല്ലെങ്കിൽ അത് ഏത് സബ്ജക്റ്റിനൊക്കെയാണ് ഇല്ലാത്തത്, കമ്പ്യൂട്ടർ ഫെസിലിറ്റി സ്കൂളിലുണ്ടോ, സഫീഷ്യന്റ് ടോയ്ലറ്റ് ഉണ്ടോ, വെള്ളം, കുടിവെള്ളത്തിന് സൗകര്യങ്ങളുണ്ടോ, പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ, ലൈബ്രറി ഉണ്ടോ, എക്സെട്ര. ആ ക്വസ്റ്റ്യൻ ആപ്റ്റായ രീതിയിൽ നിങ്ങൾ മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. Question number 9. There are 3 streams in a higher secondary school: Humanities, Commerce and Science. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 സ്ട്രീംസുകൾ ഉണ്ട്: ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്. അതിൽ തന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ സ്റ്റഡിങ് വിത്ത് 3 ഡിഫറെന്റ് സെക്കൻഡ് ലാംഗ്വേജസ്: മലയാളം, ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റ്. ഈ 3 സബ്ജക്റ്റിലും ബോയ്സ്, ഗേൾസ് എന്നുള്ള കാറ്റഗറിയും വേണം. കൂടാതെ ബോയ്സിലും ഗേൾസിലും എന്തുണ്ടാവും? ലാംഗ്വേജ് ബേസിലും കൂടെ നമ്മൾ തരംതിരിക്കണം. പ്രിപ്പയർ എ ബ്ലാങ്ക് ടേബിൾ ടു ഷോ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു ദ എബവ്. ഈ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ അത് തയ്യാറാക്കാം. ഞാൻ വരയുന്ന രീതിയിൽ തന്നെ വരയണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റി വരയാം. റോ വൈസ് വേണോ കോളം വൈസ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഭാഗത്ത് സെക്കൻഡ് ലാംഗ്വേജ്, ദെൻ സ്ട്രീംസ്. സ്ട്രീംസിന് കാറ്റഗറി ഉണ്ട്. എന്തൊക്കെ സ്ട്രീംസ് ആണ്? ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സയൻസ് ഉണ്ട്, ദെൻ കൊമേഴ്സ് ഉണ്ട്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ഏതെല്ലാം സെക്കൻഡ് ലാംഗ്വേജ് ആണ് എന്ന് പറയേണ്ട? മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്. ഈ 3 സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഉള്ളത്. നോക്കൂ, എന്നിട്ട് ഇതിനെ ടേബിളാക്കി മാറ്റി. ദെൻ ഹ്യൂമാനിറ്റീസില് ബോയ്സ്, ഗേൾസ് ഡിവിഷൻ ഉണ്ട്. ദെൻ അവരുടെ ടോട്ടല്. ദെൻ സയൻസിലും ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, ടോട്ടൽ. കൊമേഴ്സിലും ബോയ്സ്, ഗേൾസ്, ടോട്ടൽ. ദെൻ ഇവിടെ എന്ത് ചെയ്യാം? ഗ്രാൻഡ് ടോട്ടലായിട്ട് ഇവിടെ ടോട്ടലിന് എഴുതാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ അവസാനത്തിലും എന്ത് ചെയ്യാം? ടോട്ടലിന് എഴുതാം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ ക്ലാസിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് സാധ്യമാവും.
A group of 34 boys and 66 girls appeared an examination. The boys obtained a mean score of 40 and mean score of all students was 40.68. Calculate the mean score of girls. 34 ആൺകുട്ടികളും 66 പെൺകുട്ടികളും ഒരു പരീക്ഷ എഴുതി. ആൺകുട്ടികളുടെ സ്കോറിന്റെ മീന് 40ഉം ആകെ കുട്ടികളുടെ സ്കോറിന്റെ മീന് 40.68ഉമാണെങ്കിൽ പെൺകുട്ടികളുടെ സ്കോറിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ആൺകുട്ടികളുടെ എണ്ണ N1 ആയിട്ട് എടുത്തു. N1 ഈക്വൽ ടു 34 ആണ്. ദെൻ പെൺകുട്ടികള് N2 ഈക്വൽ ടു 66 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി N1 ബോയ്സ് ആണ്. N1 ബോയ്സ് ആണെങ്കിൽ ഇവരുടെ മീന് തന്നിട്ടുള്ളത് X1 ബാർ 40 ആണ്. ഗേൾസിന്റെ മീന് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ദെൻ ഇനി തന്നിരിക്കുന്നത് ഗേൾസും ബോയ്സും കൂടെ ചേർന്നിട്ടുള്ള കമ്പൈൻഡ് മീന് X ബാർ 40.68 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ കമ്പൈൻഡ് മീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗേൾസിന്റെ മീൻ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ കമ്പൈൻഡ് മീൻ X ബാർ ഈക്വൽ ടു N1 X1 ബാർ പ്ലസ് N2 X2 ബാർ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇതാണ് ഫോർമുല. X ബാർ 40.68 ഈക്വൽ ടു N1 34 ഇൻറ്റു X1 ബാർ 40 പ്ലസ് N2 66 ഇൻറ്റു X2 ബാർ അറിയില്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇവ തമ്മിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 100 കിട്ടും. 34ഉം 66ഉം കൂടെ കൂട്ടുക. എന്നതിന് ശേഷം ഈ 100നെ ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. 40.68 ഇൻറ്റു 100 ഈക്വൽ ടു 34ഉം 40ഉം ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 1360 പ്ലസ് 66 X2 ബാർ ആണെന്ന് വരും. 40.68 ഇൻറ്റു 100 ചെയ്യുമ്പോൾ കിട്ടുന്നത് 4068. ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്ത് വന്നപ്പോ നെഗറ്റീവ് 1360 ഈക്വൽ ടു ആണ് 66 X2 ബാർ. 4068ൽ നിന്ന് 1360 മൈനസ് ചെയ്യുക. കിട്ടുന്ന വാല്യൂ 2708 ഈക്വൽ ടു 66 X2 ബാർ. ഇനി X2 ബാർ സെക്കൻഡ് ഗ്രൂപ്പ് ഗേൾസിന്റെ മീനാണ് വേണ്ടത്. അപ്പൊ 62നെ ഇതിന് താഴത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 2708 ഡിവൈഡഡ് ബൈ 66 ഈക്വൽ ടു X2 ബാർ. ഇതിനെ ഈ നമ്പറിനെ 66 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 41.03 ഈക്വൽ ടു X2 ബാർ. ഈ നമ്പറാണ് ഗേൾസിന് കിട്ടിയ മാർക്കുകളുടെ മീന്. ഡ്രോ എ സ്യൂട്ടബിൾ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റയ്ക്ക് അനുയോജ്യമായ ഒരു ഡയഗ്രാം വരയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡാറ്റയ്ക്ക് അനുയോജ്യമായ ഡയഗ്രാം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ പറയാം. 2020 സെയിൽസ് 100 ആണ്. ഈ 2020നെ ഞാൻ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണു കേട്ടോ. ഇത്രയും ഒരു ഭാഗമാണ്, നെക്സ്റ്റ് ഭാഗം ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു. 2 ഈക്വൽ പാർട്സ്. 2010 സെയിൽസ് തന്നിട്ടുള്ളത് 100 ആണ്. അപ്പൊ നോക്കൂ, ഇവിടെയാണ് 100 കേട്ടോ. 100ന് നേരെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് 2010ന് നേരെയായിട്ട് ഒരു ബാർ വരഞ്ഞു, ക്ലോസ് ചെയ്തു. ദെൻ ഇനി 2010 തന്നെ സെയിൽസ് തന്നിരിക്കുന്നത് 30 ആണ്. അപ്പൊ 20ന്റെയും 40ന്റെയും ഇടയിലാണ് 30. ഈ പോയിന്റ് താഴത്തേക്ക് വരഞ്ഞു. ഇവിടെ സെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്, ഈ ഭാഗം പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് 2010ന്റെ ഡീറ്റെയിൽസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ റെഡിങ്ങും കൊണ്ട്
ആ ഒരു ബാറ്, വെർട്ടിക്കൽ ബാറ് അടയാളപ്പെടുത്തി കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചു. എന്നതിന് ശേഷം ഇനി അടുത്ത ബാറ് 2011 കൺസിഡർ ചെയ്യണത്. 2011നെയും 2 ഈക്വൽ ബാർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയും പോർഷൻ ഞാൻ എടുത്തതില് 2 ഭാഗം, ഇതൊരു ഹാഫ്, ഇത് സെക്കൻഡ് ഹാഫ്, അങ്ങനെയായി ഡിവൈഡ് ചെയ്തു. ഈ 2011 സെയിൽസ് 120 അപ്പൊ നോക്കൂ, 120 വൈ ആക്സിസിൽ ഇവിടെയാണ്. ഈ 120 നേരെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം 2011 ഈ ലൈന് മാർക്ക് ചെയ്ത് വെച്ച ലൈനിലേക്ക് പറഞ്ഞു. ദെൻ ഒരു ലൈന്, ദെൻ നെക്സ്റ്റ് അതേ നെക്സ്റ്റ് പോയിന്റിൽ നിന്ന് ഈ ഭാഗത്ത് കൊണ്ടൊന്ന് മുട്ടിച്ചു വെച്ചു. എന്നതിന് ശേഷം ഇത് ജോയിൻ ചെയ്തു. ഇത് സെയിൽസ് ആണ്. എത്രയാണ് സെയിൽസ്? 120 സെയിൽസ്. ദെൻ 2011 തന്നെയുള്ള പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 40. അപ്പൊ ഞാനിതാ മാർക്ക് ചെയ്യണു കേട്ടോ. ഈ 40 നേരെ ഈ പോയിന്റ് ഇവിടുന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് മാർക്ക് ചെയ്ത് വെച്ചു. എന്നതിന് ശേഷം ഈ ലൈന് എക്സ് ആക്സിസിൽ കൊണ്ടുവന്നിട്ട് മുട്ടിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം 40. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. ക്ലിയർ ആവണ്ടെന്ന് കരുതുന്നു ടീച്ചറെ. എന്നിട്ട് ഇത് പ്രോഫിറ്റ് ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലാബിൽ ചെയ്യുക. ടീച്ചറുടെ കയ്യിൽ ഈ റെഡിങ് ഉള്ളത് കൊണ്ട്, റെഡ് സ്കെച്ച് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മളുടെ എന്താണ്? 2011. ഇനി സിമിലർലി 2012ഉം 2013ഉം 2 പാർട്സ് ആക്കിയിട്ട് ചെയ്യണം. 2012 ഞാനിങ്ങനെ 2 പാർട്സ് ആക്കി. 2012 സെയിൽസ് 130. അപ്പൊ നോക്കൂ ദാട്ടോ, ഇതിന് നേർക്ക് വരും 130. നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വൃത്തിയായി അളന്നിട്ട് വരയ്യ. ദെൻ ഇത് സെയിൽസ് ആണ്. 2012 പ്രോഫിറ്റ് 45. അപ്പൊ 40 കഴിഞ്ഞ് 60. ഇതിന് തൊട്ടുമേതിയായിട്ടൊരു പോയിന്റ് എടുക്കുക. മുകളിലായിട്ടൊരു പോയിന്റ് എടുത്തു. ദെൻ മാർക്ക് ചെയ്തു. എന്നതിന് ശേഷം താഴത്തേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇത് പ്രോഫിറ്റിന്റെ ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ സാധാ യൂസ് ചെയ്തത് എന്താണ്? റെഡ് ലൈൻ ഇങ്ക് ആണ്. അതുപോലെ ചെയ്തു. ദെൻ 2013ന്റെയും ചെയ്യണം. ഇങ്ങനെയാണ് 2013ന്റെ ഡീറ്റെയിൽസും വരഞ്ഞു വെച്ചു. എന്നിട്ട് സൈഡിലാക്കിയിട്ട് എഴുതിയിടുക. ഈ കളർ ചെയ്യാത്ത ഭാഗം സെയിൽസിനെയും റെഡ് കളർ മാർക്ക് ചെയ്ത ഭാഗം പ്രോഫിറ്റുമാണ് റെപ്രസെന്റ് ചെയ്യണ എന്നുള്ളത് പറയുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ ചോദ്യത്തിൽ ഉൾപ്പെട്ടു. If you like the video, please subscribe and press the bell icon.